ഇതുപോലെ റിയലിസ്റ്റിക് കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ എൻ്റെ ടെക്സ്റ്റ് നോട്ടിലൊക്കെ കുറെ കണ്ണ് ഡോഡിൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഞാനിത് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം വളരെ റഫായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ഐ ഷേപ്പ് ഏതാണോ അതിനനുസരിച്ച് ഒന്ന് ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം വളരെ ലൈറ്റായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ, കട്ടിക്ക് കുത്തി വരയ്ക്കരുത്. പിന്നെ ഇതൊക്കെ ഗൈഡ് ലൈൻസ് ആണ്, ഇതൊക്കെ കണ്ണിന്റെ ഷേപ്പ് അനുസരിച്ച് മാറും. അപ്പം അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് വാട്ടർ ലൈൻ സ്കെച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കണ്ണിന്റെ ഷേപ്പ് തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ചെറുതായിട്ട് അകത്തൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഐറിസിലോട്ട് കിടക്കാം. അതിന്റെ ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു സർക്കിൾ വേണം വരച്ചു കൊടുക്കാൻ. താഴത്തെ വാട്ടർ ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടേക്കണം. അത് കുറച്ച് ഡാർക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി പ്യൂപ്പിൾ, അതിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു സർക്കിൾ അകത്ത് വരച്ചു കൊടുത്ത് ഡാർക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം. പിന്നെ ഈ ലൈൻസ് ഒക്കെയാണ് നമ്മൾ ഉള്ളിൽ എങ്ങനെ ഷെയ്ഡ് ചെയ്യാന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ്. ഈ ഡയറക്ഷൻ അനുസരിച്ച് അകത്തോട്ടും പുറത്തോട്ടും ലൈൻസ് വരച്ചു കൊടുക്കുക. ഈ ലൈൻസിന്റെ അറ്റത്ത് ഡാർക്കും തുമ്പില് ഷാർപ്പും ആയിരിക്കണം. ഈ ഷെയ്ഡിങ് നമ്മുടെ ഐറിസിന്റെ ഒരു 3/4 ഭാഗത്തോളം ചെയ്ത് കൊടുക്കുക. മുകളിൽ നല്ല ഡാർക്ക് ആയിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങോട്ടുള്ള എല്ലാം ബേസിക് ഷെയ്ഡിങ്സ് ആണ്. മുകളിലത്തെ വാട്ടർ ലൈനിൽ ഇതുപോലെ ഡാർക്ക് ആക്കി താഴോട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ ഐലറ്റ്സിനും ഓൾമോസ്റ്റ് ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെ നടുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട രണ്ടറ്റത്ത് ഷെയ്ഡ് ചെയ്തിട്ട് അത് സ്മജ് ചെയ്ത് നടുക്കോട്ട് കൊണ്ടുവന്നാൽ മതി. താഴത്തെ ഇതിലും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ലാഷസ് വരയ്ക്കും. നമ്മൾ ഐറിസിന്റെ അകത്ത് വരച്ച സെയിം ലൈൻസ് കുറച്ച് വളച്ച് വരച്ചു കൊടുത്താൽ മതി ഈ കാണുന്ന ഡയറക്ഷൻസിൽ. പിന്നെ ഇന്ന കോർണേഴ്സിലോട്ട് വരുമ്പോൾ ലാഷസിന്റെ കട്ടി കുറച്ച് കൊടുക്കും. താഴത്തെ ലാഷും ഇതുപോലെ തന്നെയാണ്, കുറച്ച് കനം കുറച്ച് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഈ റിയലിസ്റ്റിക് ഐസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ?